تارك الصلاة ملعون في القرآن إلى آخر الحديث شفيعنا رسول الله നാം കൊണ്ടിരക്കുന്ന നമസ്കാരം പാലേ ലക്ഷ്യം നൽവിറിയാ കോലോബിയ ഹക്കീമായോനേ കേമത്തിൽ സ്ഥാനം അർശം കുർസും ലൗഹാടങ്ങളും ക്ഷമത്തിൽ തെളിനോ ജോമോ അമൈതകോനേ കമറും ശംസാദാദിന്റെ മൻസിലയിൽ ചലിപ്പിക്കും ഖദറുകൾ കുറയ്ക്കുന്ന ഖദീറായോനേ ഭൂമിയിൽ ബനുആദം അതിർപ്പത്തെ പാടച്ചോനെ ബഹുമാനം ഹസനാത്തിൽ സ്തുതിച്ചുള്ളോനേ ലാ മൗജൂദില്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇകാതൻ ബേഅരുളും റഹീമായോനേ ബഹുമാന ആദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ അല്ലാഹുവിന്റെ അളവറ്റ അപാര അനുഗ്രഹം കൊണ്ട് ഈ ദിവസത്തിൽ നാം ഇവിടെ ഒരുമിച്ച് കൂടി അല്ലാഹു ഇതുപോലെ അല്ലാഹുവിന്റെ അനുഗ്രഹീത സ്വർഗ്ഗത്തിലും നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ എല്ലാ പാപങ്ങളും കുറ്റങ്ങളും ദോഷങ്ങളും അല്ലാഹുവിന്റെ അളവറ്റ അപാര കാരുണ്യം കൊണ്ട് വിട്ടുപുറത്തു മാപ്പാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇപ്രാവശ്യം പോയി നമ്മളിലേക്ക് തിരിച്ചു വന്ന ആ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്ന റഹ്മാനെ അല്ലാഹുവേ മഖ്ബൂലും മർളിയുമായ ഹജ്ജും ഉംറയുമായി നീ സ്വീകരിക്കുന്ന റബ്ബേ അല്ലാഹുവേ പടച്ചവനെ മബ്റൂറായ ഹജ്ജ് അവരിൽ നിന്ന് സ്വീകരിക്കുന്ന റബ്ബേ അവരുടെ ദുആകളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തുന്ന റഹ്മാനെ അല്ലാഹുവേ പടച്ചവനെ നാടിനു വേണ്ടി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ദുആ ചെയ്തതെല്ലാം സ്വീകരിക്കുന്ന റബ്ബേ ലക്ഷോപലക്ഷം വരുന്ന ഹജ്ജാജിമാർ അവരുടെ നാടുകളിലേക്ക് മടങ്ങി തുടങ്ങി അല്ലാഹു അതെല്ലാം സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ ചെയ്ത ഉദയത്തും മറ്റു സൽക്കർമ്മങ്ങളും ദാനധർമ്മങ്ങളും എല്ലാം അല്ലാഹു അവന്റെ പരിപൂർണമായ പ്രതിഫലം കൊടുത്ത് സ്വീകരിക്കുന്ന മുത്തഖീങ്ങളിലും മുഅ്മിനീങ്ങളിലെല്ലാം അത് സ്വീകരിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം എന്റെ മാമ മരണപ്പെട്ടു. കമ്പാക്കുടി പരീക്കുട്ടി എന്ന് പറയുന്ന പരീദ് സാഹിബ് അല്ലാഹു അവർക്ക് സ്വർഗം കൊടുക്കുമാറാവട്ടെ. കഴിഞ്ഞ ദിവസം ഈ നാട്ടുകാരിയായ ഒരു ഖദീജ അബ്ദുൽ ഖാദർ മർഹൂം അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ ഭാര്യ ഖദീജ എന്ന സഹോദരി കാട്ടാമ്പുഴയിൽ മരണപ്പെട്ടു. അവർക്കും അല്ലാഹു കൊടുക്കുമാറാവട്ടെ. വളരെ വിഷമകരമായ ഒരു വാർത്തയാണ് ഇന്നലെയും ഇന്നുമായി നമ്മൾ ദൃശ്യമാധ്യമങ്ങളിൽ കൂടി കണ്ടുകൊണ്ടിരിക്കുന്നത്. 18 ലക്ഷം ആളുകൾ ഹജ്ജിന് വന്നത് മുഴുവനും അവർ ഉപയോഗിച്ചത് ഭൂരിഭാഗം ആളുകളും ആകാശയാത്രയിലൂടെയാണ് ഹജ്ജിനായി എത്തിയത്. അതുപോലെ ഇന്നലെ ഉച്ചയ്ക്ക് 1:45 ഇന്ത്യയിൽ നിന്നും യൂറോപ്പിലേക്ക് ലണ്ടനിലേക്ക് പോയ ഒരു ഫ്ലൈറ്റ് 242 യാത്രക്കാരുമായി പറന്നുയർന്നു 30 സെക്കൻഡുകൾക്കകം അത് നിലംപൊത്തുകയാണ് ഉണ്ടായത്. എല്ലാവരും ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരും തൽക്ഷണം ചാരമായി കത്തിപ്പോയി എന്നുള്ളതാണ്. അത് മാത്രമല്ല, വേറെ ഇടയ്ക്കൊന്നും സ്റ്റോപ്പില്ലാത്തത് കൊണ്ട് അഹമ്മദാബാദിൽ നിന്നും നേരെ ലണ്ടൻ വരെ ആയതുകൊണ്ട് തന്നെ അതിന്റെ ഇന്ധനമെല്ലാം നല്ലതുപോലെ നിറച്ച അവസ്ഥയിലായിരുന്നു ആ ഫ്ലൈറ്റ്.
അതിനകത്തുള്ള രണ്ട് പൈലറ്റന്മാര് വർഷങ്ങളോളം നല്ല പാരമ്പര്യമുള്ള, ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള, നല്ല കഴിവും സാമർഥ്യവുമുള്ള പൈലറ്റുമാരാണ് അതിനകത്തുണ്ടായിരുന്ന രണ്ടുപേര്. അതിനകത്ത് ഒരു മലയാളി, നമ്മുടെ പത്തനംതിട്ട തിരുവല്ല സ്വദേശിയായ ഒരു മലയാളി, അവർ ജോലി കിട്ടി, നഴ്സായി ജോലി കിട്ടി വീട്ടിൽ വന്ന 3 ദിവസത്തെ അവധിക്ക് ശേഷം തിരിച്ചു പോയതാണ്. അവരും അതിനകത്ത് മരണപ്പെട്ടു. ഫ്ലൈറ്റ് തകർന്നു വീഴുമ്പോൾ ആ ഫ്ലൈറ്റിലുള്ളവർ മാത്രം മരണപ്പെട്ടാലും നമുക്ക് വിഷമമില്ലായിരുന്നു. അത് വീണത് ആകട്ടെ മെഡിക്കൽ ഹോസ്റ്റലിന്റെ, ഹൈദരാബാദിലെ തന്നെ വളരെ പ്രസിദ്ധമായ മെഡിക്കൽ ഹോസ്റ്റലിന്റെ മുകളിലേക്ക് അവിടെ അതിനകത്തുണ്ടായിരുന്ന 12ഓളം ആളുകൾ മരണപ്പെട്ടു. 20ഓളം, മൊത്തം 60ഓളം പേര് വരുന്നതായ പ്രദേശവാസികളും അപകടത്തിൽ പരിക്കുകൾ പറ്റി ഹോസ്പിറ്റലിലാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നിഅമത്തുകളും അനുഗ്രഹങ്ങളും എല്ലാം കൊടുക്കുമ്പോൾ അല്ലാഹു തആലയ്ക്ക് ഇതെല്ലാം നശിപ്പിക്കാൻ ഒരൊറ്റ നിമിഷം മതി. എത്ര 55,000-ത്തിലധികം നിരപരാധികളായ പാവങ്ങളെ ചുട്ടുകൊല്ലുമ്പോൾ അതിനെതിരെ ഒരു ശബ്ദം പോലും ഉയർത്താതെ അതിനുവേണ്ടി നരനായാട്ട് നടത്തുന്ന ഇസ്രായേലിനെ പോലെയുള്ള ധിക്കാരികളായ രാജാക്കന്മാരെയും ആ രാജ്യങ്ങൾക്കും എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന, അതിനുവേണ്ടി സഹായങ്ങൾ എത്തിക്കുന്ന, ജൂതന്മാരെ സഹായിക്കുന്നവരെയും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നശിപ്പിക്കാൻ നിമിഷ നേരങ്ങൾ മതി. ധിക്കാരം ആര് ചെയ്താലും ധിക്കാരികളെ നശിപ്പിക്കുന്ന കാര്യത്തിൽ അല്ലാഹു തആല വളരെ മുൻപന്തിയിലാണ്. ഈ ലോകം മുഴുവനും പടച്ചുണ്ടാക്കിയ അത്രയും സമയത്തിന്റെ ഒരു 100-ൽ 1 അംശം പോലും വേണ്ട ഈ ഒരു ലോകം മുഴുവനും അല്ലാഹുവിനെ നശിപ്പിക്കാൻ നമ്മൾ തന്നെ പഠിച്ചിട്ടുണ്ട്. സൂറന്ന കാഹളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ 2 ഊത്തുമതി ഈ ലോകം നശിക്കാനും ഇതിലുള്ളത് മുഴുവനും ശ്രദ്ധിക്കണം. അങ്ങനെ കഴിവുള്ളവനാണ് ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളുടെയും വിശ്വാസം. അത് തന്നെയാണ് ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജോലി തന്നെ. സൂറന്ന കാഹളത്തിൽ അദ്ദേഹം അതാ ഒരു കുഴലുമായി ഇരിക്കുന്നത് അല്ലാഹുവിന്റെ വിളിയാളത്തിന് വേണ്ടിയാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറന്ന കാഹളത്തിൽ ഒരൊറ്റ പ്രാവശ്യം മുതലോടെ ഈ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളും നശിച്ചു പോകുമെന്ന് നമ്മൾ പഠിച്ചു. എല്ലാം നശിച്ച് നാമാവിശേഷമായി ഇങ്ങനെ 40 ദിവസത്തോളം 40 വർഷത്തോളം ഉണ്ട്. ഇങ്ങനെ എല്ലാം നശിച്ചു കിടക്കും. അങ്ങനെ രണ്ടാമത് സൂറന്ന കാഹളത്തിൽ ഇസ്രാഫീൽ രണ്ടാമത് ഊതുമ്പോൾ നശിച്ചു കിടക്കുന്ന മുഴുവൻ ജീവനുള്ള വസ്തുക്കളും നിർജീവങ്ങളായ വസ്തുക്കളും അവ മുഴുവനും ജീവനുള്ളതായി മാറുന്നതാണ്. അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹമാണ് ഈ പ്രപഞ്ചത്തിൽ ഉള്ളത് മുഴുവനും. ഈ ലോകത്തിന്റെ മുഴുവൻ വസ്തുക്കളെയും നശിപ്പിക്കാൻ അല്ലാഹു തആലയ്ക്ക് നിസ്സാര സമയം മതി. ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുതെന്ന് ഖുർആൻ തന്നെ പറയുന്നു. فلا يحل عليكم لا تطغوا فيه فيحل عليكم غضبي. ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കല്ലേ, അങ്ങനെ നിങ്ങൾ കുഴപ്പമുണ്ടാക്കിയാൽ ഫയഹില്ല അലൈക്കും ഗളബി, എന്റെ കോപം നിങ്ങൾക്കുണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു അസ്സ വജൽ. പൈസയ്ക്ക് വേണ്ടി, ബിസിനസിന്റെ ആവശ്യാർത്ഥത്തിന് വേണ്ടി ടാറ്റ എന്ന് പറയുന്ന ഈ എയർ ഇന്ത്യയുടെ ഏതോ ഉപകരണത്തിൽ ചേഞ്ച് വരുത്തിയിട്ടുണ്ടത്രേ. കാലങ്ങളായി അതിനെതിരെ പ്രതിഷേധിച്ച പൈലറ്റുമാരെ പല വിധത്തിലുള്ള കേസുകളിലും അപകടങ്ങളിലും പെടുത്തി കൊന്നുകളഞ്ഞുവെന്നാണ് ഇതിന്റെ പിന്നാമ്പുറങ്ങൾ അന്വേഷിക്കുമ്പോൾ പറയുന്നത്. എന്തിരുന്നാൽ തന്നെയും ആകാശലോകത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ നിങ്ങൾ കണ്ടിട്ടില്ലേ
എന്തൊരു ഭംഗിയാണ് അവകൾക്ക് അല്ലേ. ഭൂമിയിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ആകാശത്തിലൂടെ തിങ്ങിത്തിളങ്ങിങ്ങനെ ഓടി നടക്കുന്ന നക്ഷത്രങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. എന്തൊരു ഭംഗിയാണ് അവകൾക്ക്. അവയെല്ലാം ചെറുതാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതൊന്നും ചെറുതല്ല. നമ്മൾ വസിക്കുന്ന ഈ ഭൂമിയേക്കാൾ എത്രയോ ഭീമാകാരമായ ഗോളങ്ങളാണ്, നക്ഷത്രങ്ങളാണ് അവകൾ. ഭൂമിയുടെ 10 ഇരട്ടിയും 20 ഇരട്ടിയും വലിപ്പമുള്ള ഗോളങ്ങളാണ്, നക്ഷത്രങ്ങളാണ്. ഭൂമിയിൽ നിന്നും നമ്മൾ നോക്കുമ്പോൾ രാത്രി ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന നക്ഷത്രങ്ങൾ ഭൂമിയേക്കാൾ വലുതാണ്. എത്രയോ 10 മടങ്ങ് വലുതാണ് നക്ഷത്രങ്ങൾ. കോടാനുകോടി നക്ഷത്രങ്ങൾ തട്ടാതെ മുട്ടാതെ ശൂന്യാകാശത്ത് നീന്തി തുടിച്ചു നടക്കുന്നു. നമ്മൾ കാണുന്നതാണ് നമ്മുടെ നേത്രങ്ങൾ കൊണ്ട് തെളിഞ്ഞ മാനമുള്ള സമയത്ത്, ആകാശമുള്ള സമയത്ത് ഏതൊരു മനുഷ്യനും വളരെ വ്യക്തമാണ്. എന്നാൽ ഖുർആൻ പറയുന്നു വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ, എല്ലാ ഗോളങ്ങളും അതിന്റെ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു. സൂറത്ത് യാസീൻ പറയുന്നു എല്ലാ ഗോളങ്ങളും അതിന്റെ ഭ്രമണപഥത്തിൽ അതിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. കാലങ്ങളായി, നൂറ്റാണ്ടുകളായി അതിങ്ങനെ ഓരോ റൂട്ടിലൂടെ കൃത്യമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്നോളം നമ്മൾ കേട്ടിട്ടില്ല ആകാശത്ത് അപകടങ്ങൾ സംഭവിച്ചു എന്ന് നമ്മൾ കേട്ടിട്ടില്ല. വാഹനങ്ങൾ ഒഴുകി നടക്കുന്ന സുന്ദരമായ റോഡുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? വാഹനങ്ങൾ ഓടി നടക്കുന്ന മുംബൈ, കൊച്ചി പോലെയുള്ള നഗരങ്ങളുടെ അതിന്റെ എന്താണ് ആകാശ ദൃശ്യങ്ങൾ നോക്കണം. നല്ല രസമാണ്. വാഹനങ്ങൾ ഇങ്ങനെ ചീരിപ്പാഞ്ഞു പോകുന്നത്, അതിങ്ങനെ വെള്ളത്തിലൂടെ ഒരു സാധനം ഇങ്ങനെ ഒഴുകി പോകുന്നത് പോലെ മനുഷ്യന് തോന്നുന്ന അതീവ സുന്ദരമായ ഒരു കാഴ്ചയാണ്. റോഡിലൂടെ എന്താണ് ഒരു ബ്ലോക്കും ഇല്ലാതെ വാഹനങ്ങൾ ഇങ്ങനെ ഒഴുകി പോകുന്നത്. മാത്രമല്ല കപ്പലുകൾ സഞ്ചരിക്കുന്ന പാതകൾ സമുദ്രത്തിലുണ്ട്. സമുദ്രമാർഗങ്ങൾ, സമുദ്രത്തിലൂടെ കപ്പലുകൾ കോടാനുകോടി ചരക്കുകളുമായി സമുദ്രത്തിലൂടെ നീങ്ങുന്ന കപ്പലുകൾ എന്താണ് സമുദ്രത്തിലുണ്ട്. വിമാനങ്ങൾ സഞ്ചരിക്കാൻ ഭാഗമായ വ്യോമയാന മാർഗങ്ങൾ ഓരോ രാജ്യത്തിനുമുണ്ട്. ഇതെല്ലാം മനുഷ്യർ നിർമ്മിച്ചതാണ്. ഇതെല്ലാം മനുഷ്യർ അവന്റെ സൗകര്യത്തിനും അവന്റെ രാജ്യത്തിന് വേണ്ടിയും അവന്റെ ബിസിനസ് സാമ്രാജ്യങ്ങൾക്ക് വേണ്ടിയും എല്ലാം നിർമ്മിച്ചതാണ്. ആധുനിക ഉപകരണങ്ങളുടെ പിൻബലത്തോടെ നിരന്തരം നിരീക്ഷണം നടത്തിയിട്ടും അതുപോലെ കപ്പലുകൾ നിരന്തരം അവിടെ ഇറങ്ങുമ്പോ കപ്പിത്താന്റെ മുന്നറിയിപ്പ്, പൈലറ്റിന്റെ മുന്നറിയിപ്പുകളെല്ലാം നിയന്ത്രിച്ച് കൃത്യവും വ്യക്തവുമായി തന്നെ ആ യാത്ര തുടങ്ങിയിട്ടും അതിലതാ അവർക്ക് അപാകതകൾ സംഭവിക്കുന്നു. കപ്പലുകൾ 1-2 ഒരു മാസത്തിനിടെ 2 പ്രാവശ്യമാണ് കേരള തീരത്ത് കപ്പൽ അപകടമുണ്ടായത്. കണ്ടെയ്നറുകളിൽ നിന്നും ദ്രവ്യങ്ങൾ ഓയിലുകൾ പോലെയുള്ള വിഷദ്രാവകങ്ങൾ കടലിൽ കലർന്ന് മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നു. മത്സ്യബന്ധന ജോലിക്കാർക്ക് അവരുടെ ജോലികൾ നഷ്ടമാകുന്നു. ഇങ്ങനെ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സമുദ്രത്തിൽ സംഭവിക്കുമ്പോൾ നോക്കൂ നിങ്ങൾ, അപ്രത്യക്ഷമാകുന്ന റോഡുകൾ അപകടങ്ങൾ നിത്യസംഭവങ്ങളാണ്. കപ്പലുകൾ മാത്രമല്ല, റോഡുകളെല്ലാം അപകടങ്ങൾ പതിയിരിക്കുന്നു. എത്രയോ അപകടങ്ങളാണ് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് മനുഷ്യൻ ദുർബലനാണ്. മനുഷ്യനെല്ലാം ഉണ്ടാക്കിയെങ്കിലും അതിനെ നിയന്ത്രിക്കാനുള്ള കഴിവ് അത് ഏകനായ അല്ലാഹുവിന് മാത്രമാണ്. അതിന്റെ ഉദാഹരണമാണ് അർജുൻ എന്ന ചെറുപ്പക്കാരൻ തന്റെ വാഹനത്തിന്റെ ഉള്ളിൽ കുടുങ്ങി 10-25 ദിവസത്തോളം പുഴയിൽ കിടന്നിട്ട് അവനെ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പോലും ഇവിടുത്തെ ആധുനിക ഫെസിലിറ്റി സംവിധാനങ്ങൾക്ക് കഴിഞ്ഞില്ല.
അപ്പോൾ ചിന്തിക്കൂ, നിങ്ങൾ ഇങ്ങനെ ആകാശത്തിലൂടെ പോകുന്ന വിമാനങ്ങൾ അപകടത്തിൽപ്പെടുന്നു. ചില വിമാനങ്ങൾ അപ്രത്യക്ഷമാകുന്നു. ബർമൂഡ ട്രയാങ്കിൾ എന്ന് പറയുന്ന സംഭവമുണ്ട്. അതിലൂടെ എന്താണ്, ഒരു ഫ്ലൈറ്റ് പോയാൽ അത് അപ്രത്യക്ഷമായി പോകും. ആകാശത്തിൽ ചുഴി എന്നാണ് അറിയപ്പെടുന്നത്. അതിലൂടെ ഒരു എന്താണ് ഒരു പക്ഷിയോ പരുന്തോ കഴുകനോ എന്തുമാവട്ടെ അതിലൂടെ പറന്നാൽ പിന്നെ ആ വിമാനമാകട്ടെ പറന്നത് അപ്രത്യക്ഷമാകുന്ന അത്ഭുതങ്ങളുണ്ട് ആകാശത്ത്. അത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങോട്ട് പോകുന്നത് എവിടെയാണ് അപ്രത്യക്ഷമായതെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കാത്ത അത്ഭുതങ്ങൾ ആകാശത്തിലുണ്ട്. എന്നാൽ നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തനാണ്. സർവശക്തനായ അല്ലാഹു തആല നിശ്ചയിച്ച സഞ്ചാരപാതയിലൂടെ നീന്തിക്കൊണ്ടിരിക്കുന്ന ഈ ഗോളങ്ങൾ ഇന്നേ വരെ എവിടെയും കൂട്ടിമുട്ടി അപകടങ്ങൾ ഉണ്ടായതായി ഒരിക്കലും നമ്മൾ കേട്ടിട്ടില്ല. കാരണം അവകളെയൊക്കെ നിയന്ത്രിക്കുന്നതാരാ? ജഗനിയന്താവായ അല്ലാഹുവാണ്. അല്ലാഹുവിന്റെ കഴിവില്ലാതെ ഈ ലോകത്തൊരു ശക്തിക്കും ഒരു ചെറുവിരൽ പോലും അനക്കാൻ സാധിക്കില്ല. മനുഷ്യനെത്ര ഉന്നതിയിലെത്തിയാലും, മനുഷ്യനെത്ര സാമ്പത്തിക പുരോഗതിയിൽ എത്ര വലിയ മൂർത്താവിലെത്തിയാലും അല്ലാഹു തആല വിചാരിക്കണം ഈ സമ്പത്ത് അവന് ഉപകാരപ്പെടണമെന്ന്. അല്ലാഹു തആല വിചാരിക്കണം ഇതുകൊണ്ട് എത്രമാത്രം ഒരാൾ അക്രമകാരികളാകുന്നുവോ അവനെ നശിപ്പിക്കാൻ അല്ലാഹു തആല അതികഠിനമായ വഴികൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു തആല സൂറത്ത് യാസീനിലൂടെ പറയുന്നു, ഇദാ അറാദ ശൈഅൻ അയ്യഖൂല ലഹു കുൻ ഫയകൂൻ. ഒരു കാര്യം അല്ലാഹുവിന് നടപ്പാക്കാൻ ഉദ്ദേശിച്ചാൽ ആ വസ്തുവിനോട് കുൻ എന്ന് പറയേണ്ടത് താമസമുള്ളൂ. ഫയകൂൻ, അപ്പോൾ അത് ഉണ്ടാകുമെന്നാണ്. ചിന്തിച്ചു നോക്കണേ, എത്രയോ ഫെസിലിറ്റിയുള്ള ആധുനിക സംവിധാനമുള്ള ഫ്ലൈറ്റാണ് നിമിഷ നേരങ്ങൾ കൊണ്ട് ഹൈദരാബാദിനെയല്ല ഇന്ത്യ രാജ്യത്തെ ഓരോ മനുഷ്യരുടെയും മനസ്സിൽ തീകോരിയിടുന്ന വിഷമമുണ്ടാക്കുന്ന ഒരു ദുർബലമായ കാഴ്ചയല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനതാ എത്ര സമ്പന്നനാണെങ്കിലും, മനുഷ്യനെത്ര മാത്രം പുരോഗതി പ്രാപിച്ചാലും അല്ലാഹുവിന്റെ നിഅമത്തുകൾക്ക് നന്ദി ചെയ്യണേ. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരാകണം. 5 നേരം പള്ളിയിൽ നിന്നും കേൾക്കുന്ന ബാങ്കുലികൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ജമാഅത്തിനായി പള്ളിയിലേക്ക് വരുന്ന മുസ്ലിമേ, നീ വെറുക്കുന്ന ഒരാപത്തിലും നിന്നെ അല്ലാഹു കൊടുക്കുന്നതല്ല. ഫ്ലൈറ്റ് പൊങ്ങാനാകുമ്പോഴേക്കും ഇതേ ഫ്ലൈറ്റിൽ പോകാനിരുന്ന ഒരു സഹോദരൻ 10 മിനിറ്റ് ട്രാഫിക് ബ്ലോക്കിൽ പെട്ട് ഈ ഫ്ലൈറ്റിൽ കയറാൻ താമസിച്ചു പോയി. പൊങ്ങിയ ഹൈദരാബാദിൽ അപകടത്തിൽപ്പെട്ട ഫ്ലൈറ്റിൽ ലണ്ടനിലേക്ക് പോകാനിരുന്ന ഒരു സഹോദരൻ ബ്ലോക്കിൽ പെട്ടുപോയത് കൊണ്ട് 10 മിനിറ്റ് ലേറ്റ് ആയതുകൊണ്ട് ആ ഫ്ലൈറ്റ് മിസ്സായതുകൊണ്ട് അദ്ദേഹത്തിന് വളരെ സന്തോഷമായത് നമ്മൾ കണ്ടതാണ്. ബോട്ട് അപകടം നടന്നപ്പോൾ മഗ്രിബ് ബാങ്കിന്റെ സമയമായതുകൊണ്ട് തന്റെ ഭാര്യയും കൂട്ടി ജമാഅത്ത് നടക്കുന്ന പള്ളിയിലേക്ക് മഗ്രിബ് നിസ്കരിക്കാൻ പോയിട്ട് വന്നപ്പോൾ നഷ്ടപ്പെട്ടു പോയ ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. അല്ലാഹുവിന് നന്ദി ചെയ്തതിന്റെ പേരിൽ രക്ഷപ്പെടുത്തിയതാണ്. ഇങ്ങനെയുള്ള നിരപരാധികളെ കൊല്ലുന്ന, പ്രതിരോധിക്കാൻ അവരുടെ കയ്യിൽ ഒരു തീപ്പെട്ടി പോലുമില്ലാത്ത, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായ എന്താണ് പാവങ്ങളെ ആക്രമിക്കുന്നത് യുദ്ധമല്ല, അത് യുദ്ധമെന്നതിന് പറയാൻ കഴിയുന്നതല്ല. ഉക്രൈനും റഷ്യയും തമ്മിൽ നടത്തുന്നത് യുദ്ധമാണ്. അവിടുത്തെ വാർത്തകളെല്ലാം കാണാം. ഒരുപാട് ജനങ്ങളെ കൊന്നൊടുക്കുന്നില്ല. പാരമ്പര്യമായ യുദ്ധമാണ്. 3 വർഷമായി ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം തുടങ്ങിയിട്ട് ഇന്നോളം ഏതെങ്കിലും പത്രത്തിൽ നിങ്ങൾ കണ്ടോ 10,000 പേര് മരിച്ചു, 500 പേര് മരിച്ചു, 300 പേര് മരിച്ചു? ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കാരണം എന്താ? സിവിലിയന്മാരായ ജനങ്ങൾ 2 രാജ്യങ്ങളും കൊല്ലുന്നില്ല.
പ്രതിരോധിക്കാൻ ഒരു തീപ്പെട്ടിക്കൊള്ളി പോലുമില്ലാത്ത പാവങ്ങളായ ഫലസ്തീനിലെ നിരായുധധാരികളായ വസ്ത്രമില്ലാത്ത വീടില്ലാത്ത തെരുവിലൂടെ ടെന്റുകളിലൂടെ ഭക്ഷണം കഴിക്കാതെ മെലിഞ്ഞൊട്ടിയ വയറുമായി തന്റെ കുഞ്ഞിനെ ഇടയിൽ വെച്ചുകൊണ്ട് ജീവന് വേണ്ടി ഓടുന്ന ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ഓടുന്ന നമ്മൾ പെരുന്നാളിന് സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചവരാണ്. നമ്മൾ പെരുന്നാളിന് സുഭിക്ഷമായി വസ്ത്രങ്ങൾ ധരിച്ചവരാണ്. നമ്മുടെ സന്തോഷങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മുടെ കൂട്ടുകുടുംബങ്ങളുടെ വീടുകളിലൂടെ പോയവരാണ്. ഫലസ്തീനിലെ പാവപ്പെട്ട മുസ്ലിമീങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അവർക്ക് പോകാൻ ഒരു വീടില്ല, അവർക്ക് താമസിക്കാൻ ഒരു വീടില്ല, വയറ് നിറച്ച് ഭക്ഷണം സമാധാനത്തോടെ കഴിക്കാനില്ല, അവർക്ക് നല്ല ഒരു പുതുവസ്ത്രമില്ല. ഇങ്ങനെ പാവങ്ങളായ നിരപരാധികളായ ആളുകളെ ചുട്ടുകൊല്ലുന്ന അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലിനെ ചാരിതാണ് താങ്ങി നിർത്തുന്ന അമേരിക്കയും ധിക്കാരികളാണ്. മനുഷ്യനെ ഹക്കില്ലാതെ കൊല്ലാൻ പാടില്ല, അത് ധിക്കാരമാണ്. അതാര് ചെയ്താലും അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. പരിശുദ്ധമായ ഖുർആൻ തന്നെ പറഞ്ഞതാണ്, ഏഴ് വൻപാപങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം. അതിൽ രണ്ടാമത്തത് അൽ ഖത്ലു, അത് കൊലപാതകമാണ്. ആ കൊലപാതകം ഖുർആൻ കൊണ്ട് എന്താണ് ഉറപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് നിരപരാധികളെ നിങ്ങൾ ആക്രമിക്കല്ലേ, അതിന്റെ ശിക്ഷ ദുനിയാവിലുള്ളവർ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്ന് പരിശുദ്ധ ഖുർആനിൽ ഖുർആൻ പറയുന്നു. നിശ്ചയമായും എല്ലാ കുത്തുമയിലും ഖത്തീബന്മാര് പ്രതിപാദിക്കുന്നതാണ്, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നമ്മൾ വെറുക്കുന്ന എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടോ, നമ്മൾ വെറുക്കുന്ന എന്തെല്ലാം രോഗങ്ങളുണ്ടോ, നമ്മൾ വെറുക്കുന്ന എന്തെല്ലാം മുസീബത്തുകളുണ്ടോ, എന്തെല്ലാം പ്രകൃതി ദുരന്തങ്ങളുണ്ടോ, ഈ ദുരന്തങ്ങളിൽ നിന്നെല്ലാം നിന്നെ തടയുന്നതല്ലോ. ഇന്ന തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നീ വെറുക്കുന്ന മുസീബത്തുകളിൽ നിന്നും നിന്നെ തടക്കാൻ ഉതകുന്ന ഒരു പരിചയാണ് നിന്റെ നിസ്കാരം. അതുകൊണ്ട് അത് നീ പതിവാക്കണേ. ശഫീഉനാ റസൂലുള്ളാഹി. മനുഷ്യന് സംവിധാനങ്ങൾ കൂടുന്നതനുസരിച്ച് പരീക്ഷണങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. മഹാനായ ആദം നബി ഭൂമിയിലേക്ക് ഇറങ്ങിയപ്പോൾ മനുഷ്യനാണ് മനുഷ്യകുലത്തിലെ ആദ്യ പിതാവായ ആദം നബി ഭൂമിയിലേക്ക് പടച്ച സമയത്ത് കഴുകൻ കണ്ടത്രേ. അതുവരെ മനുഷ്യനെ കാണാത്ത കഴുകൻ ഈ ലോകത്ത് അല്ലാഹു തആല എല്ലാം കഴിഞ്ഞ അവസാനം പടച്ച വിഭാഗമാണ് മനുഷ്യൻ. അങ്ങനെ കഴുകൻ ആദം നബിയെ കണ്ടപ്പോൾ അത് നേരെ സമുദ്രത്തിൽ ചെന്ന് തിമിംഗലത്തോട് പറഞ്ഞത്രേ, ഇതേവരെ കാണാത്ത ഒരു ജീവിയെ എനിക്ക് കാണാൻ സാധിച്ചു. ആ ജീവി പറഞ്ഞത്രേ, എന്താ പറഞ്ഞറിയുമോ? കഴുകൻ പറഞ്ഞു, യാ മൂത്തു ലഖദ അഹബത്തൽ യൗമ ഇലൽ അർദി ശൈഉൻ യംശി അലാ റിജ്ലൈഹി വയബ്തശു ബിയദൈഹി. രണ്ട് കാലുകൊണ്ട് നടക്കുന്ന, രണ്ട് കൈകൾ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനെ, ഒരു ജീവിയെ ഞാൻ കണ്ടു എന്ന് എന്താ കഴുകൻ വന്നു പറഞ്ഞപ്പോൾ, നീ പറഞ്ഞത് സത്യമാണെങ്കിൽ ആ കൈകളുള്ള മനുഷ്യന് നിന്നെ നശിപ്പിക്കാനും എന്നെ നശിപ്പിക്കാനും കഴിവുണ്ട്. അതിൽ നിന്നും ആ ഇരട്ട കാലുകളുള്ള, ഇരട്ട കൈകളുള്ള ആ മനുഷ്യന്റെ കരങ്ങളിൽ നിന്നും ഞാനും നീയും സുരക്ഷിതമല്ല. ശഫീഉനാ റസൂലുള്ളാഹി. ഖുർആൻ തന്നെ പറയുന്നു,
കരയിലും കടലിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത ഐദിൻ നാസ്, മനുഷ്യന്റെ കരങ്ങൾ കൊണ്ട് ചെയ്യുന്നതിന്റെ തിക്തഫലമായി ഭൂമിയിലും കരയിലും കടലിലും എല്ലാം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ബിമാ കസബത ഐദിൻ നാസ്, ജനങ്ങൾ തന്നെ അവരുടെ ബിസിനസിന് വേണ്ടി ഇങ്ങനെ നടത്തുന്ന ഓരോ അക്രമങ്ങളും പിന്നീട് ജനങ്ങൾക്ക് തന്നെ അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങുമ്പോൾ നിരപരാധികളായ ജീവജാലങ്ങളും മനുഷ്യരും എല്ലാം അതിൽ അകപ്പെട്ടു പോകും. ലോസ് ഏഞ്ചൽസ് എന്ന് പറയുന്ന അമേരിക്കയിലെ ഏറ്റവും വലിയ പട്ടണമാണ് ലോസ് ഏഞ്ചൽസ്. കാട്ടുതീ പടർന്നിട്ട് അവരുടെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചിട്ടും അത് തകർക്കാൻ കഴിഞ്ഞില്ല. അതാണ് അല്ലാഹുവിന്റെ അദാബ്. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഭാര്യ ഫാത്തിമ ഹജ്ജുമ്മ അവരുടെ മയ്യത്ത് നിസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കമ്പാക്കുടി പരീക്കുട്ടി പരീര സാഹിബ്, കാട്ടാമ്പുഴി പുതിയടത്ത് മർഹൂം അബ്ദുൽ ഖാദർ ഭാര്യ ഖദീജ, അല്ലാഹു അവർക്ക് പൊറുക്കുമാറാവട്ടെ. അവർക്ക് മയ്യത്ത് നിസ്കരിക്കാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും അതിൽ പങ്കെടുക്കണം. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. സ്ഥലം വാങ്ങുന്നതിലേക്ക് ഒരു സഹോദരൻ 2000 രൂപ, മരണപ്പെട്ട മാതാവിനും പിതാവിനും വേണ്ടി ദുആ ചെയ്യാൻ, സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കഴിയുന്ന അടുത്ത ദിവസം ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറഞ്ഞിരിക്കുന്ന മകനോട് ദുആ ചെയ്യാൻ, ശിഫയാകാൻ ദുആ ചെയ്യാൻ 200 രൂപ, ദുആ ഹാസിലാകാൻ വേണ്ടി, അതുപോലെ മാതാവിനും പിതാവിനും വേണ്ടി ദുആ ചെയ്യാൻ 250 രൂപ. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒരു മൂന്ന് സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. അർഹമർ റഹീമീനായ രാജസയ്യിദായ അൽ മലിക്കുൽ ജബ്ബാറായ റഹ്മാനേ, സ്ഥലം വാങ്ങുന്നതിലേക്ക് സഹായം തന്ന സഹോദരനെ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ, ആ സഹോദരന്റെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് പൊറുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവരുടെ ഖബറിടങ്ങൾ നീ സ്വർഗ്ഗമാക്കണേ അല്ലാഹുവേ. പള്ളിയുടെ സ്ഥലം വാങ്ങുന്നതിലേക്ക് ഇരിക്കുന്ന ആരെല്ലാം ഓഫറുകൾ ചെയ്തിട്ടുണ്ടോ, ആരെല്ലാം സഹായങ്ങൾ ചെയ്തിട്ടുണ്ടോ, ആരെല്ലാം സ്വർണ്ണങ്ങൾ നൽകിയിട്ടുണ്ടോ, അതിനെല്ലാം അർഹമായ പ്രതിഫലം കൊടുക്കണം അല്ലാഹുവേ. അതിനെല്ലാം അർഹമായ സഹായങ്ങൾ ചെയ്യണേ റബ്ബേ. അവരുടെ കച്ചവടത്തിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. വരുമാന മാർഗങ്ങളിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. സുഖമില്ലാതെ ഹോസ്പിറ്റലിലായിരുന്നു, അടുത്ത ദിവസം ചെല്ലാൻ പറഞ്ഞിരിക്കുന്നു. ശിഫയാവാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കാരുണ്യവാനായ റഹ്മാനേ, നീ ശിഫയാക്കണേ അല്ലാഹ്. എന്തെന്ത് രോഗമാണെങ്കിലും ശിഫയാക്കണേ അല്ലാഹ്. ക്യാൻസർ, ട്യൂമർ പോലെയുള്ള മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. കൊറോണ എന്ന മാരക രോഗം പിന്നെയും ഞങ്ങളിലേക്ക് വന്ന് തലപൊക്കുന്നു. പലരും അതിന്റെ സൈഡ് എഫക്ട് കൊണ്ട് ബുദ്ധിമുട്ടുന്നു. ശിഫയാക്കണേ അല്ലാഹ്. പനി കൊണ്ട് കഷ്ടപ്പെടുന്നു, നീ പ്രയാസത്തിലാക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ വരുമാന മാർഗങ്ങളിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. അല്ലാഹുവേ, മാതാവിനും പിതാവിനും വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു. സ്വീകരിക്കണേ റബ്ബേ. ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ആരോഗ്യം കൊടുക്കണേ അല്ലാഹ്. ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്ത ഉദയത്തുകൾ സ്വീകരിക്കണേ അല്ലാഹ്. നിന്റെ പൊരുത്തത്തിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഒരു സഹോദരി ദുആ ചെയ്യാൻ വേണ്ടി 500 രൂപ, ഭർത്താവിന് വേണ്ടിയാണ്, നീ ശിഫയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഭർത്താവിന്റെ രോഗങ്ങൾ ശിഫയാക്കണേ റബ്ബേ. അവിടുത്തെ തൊഴിലിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. വരുമാന മാർഗങ്ങളിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. മക്കളെ അനുഗ്രഹിക്കണേ റബ്ബേ. കുടുംബജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാഹ്. സ്ഥലം വാങ്ങുന്നതിലേക്ക് ദുആ ചെയ്യാൻ 20,000 രൂപ ഒരു സഹോദരൻ, നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. ഇതെല്ലാം നിന്റെ ദീനിന് വേണ്ടിയാണ്. ഒരുപാട് സമ്പത്ത് കെട്ടിവെച്ചുകൊണ്ട് നടക്കുന്നവരല്ല,
ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്നവരാണ്. അവരധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തിൽ നിന്നും ഒരു വിഹിതം എന്റെ നാട്ടിലെ എന്റെ തലമുറ പോയി ഉറങ്ങുന്ന മണ്ണിന് വേണ്ടി ഈ ജമാഅത്തിന് വേണ്ടി നൽകുന്നതാണ്. സ്വീകരിക്കണേ റബ്ബേ, ജാരിയായ സദഖയാക്കണേ റബ്ബേ, ദുനിയാവിലും ആഖിറത്തിലും സ്വീകരിക്കുന്ന സദഖയാക്കണേ അല്ലാഹുവേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എന്റെ മാമ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയി, നീ പൊറുക്കണേ അല്ലാഹ്. ദോഷങ്ങൾ കൊണ്ട് അല്ലാഹുവേ, ദോഷങ്ങൾ കൊണ്ട് നീ പരീക്ഷിക്കല്ല റബ്ബേ. ഒരുപാട് പോരായ്മകളുണ്ട്, നീ പരിഹരിക്കണം അല്ലാഹ്. അല്ലാഹുവേ, ജീവിതകാലത്ത് ചെയ്ത നന്മകൾ സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹുവേ, ഖദീജ എന്ന പൊന്നുമ്മ മരണപ്പെട്ടു, അല്ലാഹുവേ അവർക്ക് പൊറുക്കണേ റബ്ബേ. അതുപോലെ ഫാത്തിമ എന്ന അച്ഛമ്മ മരണപ്പെട്ടു, പൊറുക്കണം അല്ലാഹ്. ഹജ്ജിന് പോയി വന്നവരുടെ ഹജ്ജുകൾ സ്വീകരിക്കണം അല്ലാഹ്. അവരുടെ രോഗങ്ങൾ ശിഫയാക്കണേ റബ്ബേ. ആഫിയത്തും ആരോഗ്യവും കൊടുക്കണം അല്ലാഹ്. അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഞങ്ങൾക്കും ഹജ്ജിനും ഉംറയ്ക്കും പോവാനുള്ള ഭാഗ്യം നൽകണം അല്ലാഹ്. അല്ലാഹുവേ, നാളെ ഞങ്ങളുടെ മദ്രസ മക്കളുടെ മദ്രസ സ്ഥാപനങ്ങൾ തുറക്കുകയാണ്. ഞങ്ങളുടെ മക്കളെ നീ ദീനിന്റെ മക്കളാക്കണം അല്ലാഹ്. കൺകുളിർമയേകുന്ന സന്താനങ്ങളാക്കണം അല്ലാഹ്. മാതാപിതാക്കളെ അനുസരിക്കുന്ന മക്കളാക്കണം അല്ലാഹ്. മരിച്ചാലും അവരുടെ അരികിൽ വന്ന് സലാം പറയുന്ന മക്കളാക്കണം അല്ലാഹ്.